ഞാൻ രമ്യ ഹരിശങ്കർ. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ വിസിറ്റ് ചെയ്യുന്നതെങ്കിൽ എല്ലാവരും ആ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതോടൊപ്പം സൈഡിലുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ പുതിയ വീഡിയോ ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരും. ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് വളരെ ഈസി ആയിട്ട് സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന വാനില കപ്പ് കേക്ക്സ് ആണ്. അപ്പോൾ ഞാൻ എല്ലാ ഇൻഗ്രീഡിയൻസും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. എല്ലാ ഇൻഗ്രീഡിയൻസും റൂം ടെമ്പറേച്ചറിലായിട്ട് ഇരിക്കാൻ ശ്രദ്ധിക്കണം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഓവൻ പ്രീഹീറ്റ് ചെയ്യാൻ വെക്കണം. ബാറ്റർ പ്രിപ്പയർ ചെയ്യുന്നതിന് മുമ്പ് ഓവൻ പ്രീഹീറ്റ് ചെയ്യാൻ വെക്കുക. ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുണ്ട്, കൺവെക്ഷൻ ഓവൻ ആണെങ്കിൽ 160 ഡിഗ്രി സെൽഷ്യസിൽ പ്രീഹീറ്റ് ചെയ്യാൻ വെക്കണം. സാധാരണ OTG ആണെങ്കിൽ 180 ഡിഗ്രി സെൽഷ്യസിൽ പ്രീഹീറ്റ് ചെയ്യാൻ വെക്കാം. എൻ്റെ കൺവെക്ഷൻ ഓവൻ ആയതുകൊണ്ട് ഞാൻ 160 ഡിഗ്രി സെൽഷ്യസിലാണ് പ്രീഹീറ്റ് ചെയ്യാൻ വെക്കുന്നത്. കണ്ടില്ലേ, ഇപ്പോൾ പ്രീഹീറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ബാറ്റർ പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങാം. അതിന് മുമ്പായിട്ട് നമുക്ക് കപ്പ് കേക്കിന് വേണ്ട മോൾഡ് റെഡിയാക്കണം. അതിൽ കുറച്ച് എണ്ണയോ നെയ്യോ വെണ്ണയോ തേച്ച് കൊടുക്കണം. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് സിലിക്കോണിൻ്റെ കപ്പ് കേക്ക് മോൾഡാണ്. അപ്പോൾ അതിലോട്ട് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ എല്ലാത്തിലും തേച്ച് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇത്രയും വേണ്ട. നമുക്ക് ബാറ്റർ ഞാൻ ചെറിയ ക്വാണ്ടിറ്റിയിലാണ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും എല്ലാം പ്രിപ്പയർ ചെയ്ത് വെക്കാം. അപ്പോൾ നമുക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കുമ്പോഴേ അറിയുള്ളൂ എത്ര കപ്പ് കേക്ക്സ് കിട്ടുമെന്നുള്ളത്. അപ്പോൾ എല്ലാത്തിലും ഇതേമാതിരി എണ്ണ എല്ലാ ഭാഗത്തും തേച്ച് കൊടുക്കുക. എല്ലാം ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബാറ്റർ പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങണം. അപ്പോൾ അതിന് മുമ്പായിട്ട് ഞാൻ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ഉണ്ട് എന്നുകൂടെ കാണിച്ചു തരാം. ഇനി നമുക്ക് ഈ കപ്പ് കേക്ക് ലൈനേഴ്സ് മാറ്റി വയ്ക്കാം. ഓക്കെ, കപ്പ് കേക്ക്സും പ്രിപ്പയർ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എല്ലാ ഇൻഗ്രീഡിയൻസും റൂം ടെമ്പറേച്ചറിലായിട്ട് ഇരിക്കാൻ ശ്രദ്ധിക്കണം. ഒന്നും ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് അങ്ങനെ യൂസ് ചെയ്യരുത്. അപ്പോൾ നമ്മുടെ കേക്ക് ശരിയായി വരില്ല. ആദ്യം ഞാനിവിടെ എടുത്തിരിക്കുന്നത് ബട്ടറാണ്. ബട്ടർ ഏകദേശം ഞാനിവിടെ ഒരു 1/4 കപ്പേ എടുത്തിട്ടുള്ളൂ. നമ്മൾ ചെറിയ ക്വാണ്ടിറ്റിയിലേ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരു 1/4 കപ്പ് ബട്ടർ വേണം. 1/4 കപ്പ് ബട്ടർ ഞാൻ റൂം ടെമ്പറേച്ചറിൽ വെച്ചതാണ്. ഓവൻ്റെ മേലെയാണ് വെച്ചത്. അപ്പോൾ ഓവൻ്റെ ചൂടുകൊണ്ട് ചെറുതായി ഒന്ന് ഉരുകിപ്പോയി. കുഴപ്പമില്ല, നമുക്ക് നമ്മുടെ കേക്ക് റെഡി ആയിട്ട് വരും. അപ്പം റൂം ടെമ്പറേച്ചറിലായിരിക്കാൻ ശ്രദ്ധിക്കുക. സോഫ്റ്റ് ആയിരിക്കണം ബട്ടർ എപ്പോഴും. അപ്പം 1/4 കപ്പ് ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് പഞ്ചസാര ഞാനിവിടെ ഏകദേശം 1/3 കപ്പ് എടുത്തിട്ടുണ്ട്. അതായത് സ്പൂണിൽ പറയുകയാണെങ്കിൽ ഏകദേശം ഒരു 5 ടേബിൾ സ്പൂണും പിന്നെ ഒരു ടീസ്പൂണും കൂടെ വരും. പിന്നെ നമുക്ക് വേണ്ടത് 2 മുട്ട, ഒരു 1/4 ടീസ്പൂൺ വാനില എസൻസ്. ഇതും റൂം ടെമ്പറേച്ചറിലായിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് അങ്ങനെ യൂസ് ചെയ്യരുത്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു 30 ml പാല്. അതും റൂം ടെമ്പറേച്ചറിലായിരിക്കണം. പിന്നെ നമുക്ക് വേണ്ടത് മൈദയാണ്. മൈദ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഏകദേശം 1/4 കപ്പ് മൈദ, ഒരു നുള്ള് ഉപ്പ്, 1/4 ടീസ്പൂണോളം തന്നെ ബേക്കിംഗ് പൗഡർ. പിന്നെ നമുക്ക് ഒരു നാരങ്ങയുടെ തൊലി മാത്രം, ഒരു നുള്ള് തൊലി കൂടെ നമുക്ക് ചുരണ്ടി ഇലോട്ട് ആഡ് ചെയ്ത് കൊടുക്കണം. നമ്മുടെ ഗ്രേറ്ററിൽ കൂടെ ഗ്രേറ്റ് ചെയ്ത് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പം ഇനി നമുക്ക് ബാറ്റർ ഉണ്ടാക്കാൻ തുടങ്ങാം. ബീറ്റർ ഉണ്ടെങ്കിൽ ബീറ്റർ കൊണ്ട് പ്രിപ്പയർ ചെയ്യാം. ബീറ്റർ ഇല്ലെങ്കിൽ ഒരു വിസ്ക് കൊണ്ട് നന്നായി ബീറ്റ് ചെയ്യണം. നല്ല എക്സസൈസ് ആവും, അത്രയേ ഉള്ളൂ. കൈ കടയും. അതുകൊണ്ട് ഒരു ബീറ്റർ ഉണ്ടെങ്കിൽ ബീറ്റർ കൊണ്ട് മിക്സ് ചെയ്തോളൂ, ബീറ്റ് ചെയ്തോളൂ. എൻ്റെ കയ്യിൽ ഒരു സ്റ്റാൻഡ് ബീറ്റർ ഉണ്ട്. ഇത് ഹാൻഡ് ബീറ്ററായിട്ടും യൂസ് ചെയ്യാൻ പറ്റും, സ്റ്റാൻഡ് ബീറ്ററായിട്ടും വർക്ക് ചെയ്യും. അപ്പം ഇതിൻ്റെ ലിങ്ക് ഞാൻ ഓൾറെഡി ബേക്കിംഗ് ഫോർ ബിഗിനേഴ്സ് എന്നുള്ള വീഡിയോയിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽസ് മുഴുവൻ കിട്ടും. ഞാൻ ആദ്യം ചെയ്യാൻ പോകുന്നത് എന്താ വെച്ചാൽ ബട്ടർ ആഡ് ചെയ്ത് കൊടുത്തു. ബട്ടർ നന്നായി ബീറ്റ് ചെയ്തു. ഒരു 5 മിനിറ്റ് നന്നായി ബീറ്റ് ചെയ്യുക. നന്നായി മിക്സായി വരും. ഇനി നമുക്ക് ഇതിലോട്ട് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കണം. 1/3 കപ്പാണ് പഞ്ചസാര ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ടേബിൾ സ്പൂണിൽ അളവ് പറയുകയാണെങ്കിൽ ഒരു 5 ടേബിൾ സ്പൂൺ പഞ്ചസാരയും പിന്നെ ഒരു ടീസ്പൂണും കൂടെ പഞ്ചസാര ആണ് 1/3 കപ്പ് വരിക. പിന്നെ ബട്ടറിന്റെ അളവ് പറയുകയാണെങ്കിൽ ഏകദേശം 4 ടേബിൾ സ്പൂൺ ആണ് ബട്ടർ എടുത്തിരിക്കുന്നത്. ടേബിൾ സ്പൂൺ മെഷർമെന്റിൽ പറയുമ്പോൾ, അല്ല കപ്പ് മെഷർമെന്റ് ആണെങ്കിൽ 1/4 കപ്പ് വേണം. അപ്പോൾ പഞ്ചസാര ആഡ് ചെയ്തിട്ട് ഒന്ന് നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുത്തു. അപ്പോൾ ഇടയ്ക്ക് ഒന്ന് നന്നായി ഒന്ന് നിർത്തിയിട്ട് നന്നായി ഒന്ന് സ്ക്രേപ്പ് ചെയ്ത് കൊടുക്കണം. ഒരു സ്പാച്ചില കൊണ്ടോ ഒരു സ്പൂൺ കൊണ്ടോ നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. എന്നാലും എല്ലാം ഒരേപോലെ വരുള്ളൂ, നന്നായി ബീറ്റായിട്ട് വരുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ്. അപ്പം ഞാൻ ഒന്ന് അതേമാതിരി ഒന്ന് സ്ക്രേപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പം എന്ത് കേക്ക് ബാറ്റർ ആയാലും കപ്പ് കേക്ക് ആയാലും എന്ത് ബാറ്റർ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിലും ഇടയിൽ ഒന്ന് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണം.
അപ്പം ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് വീണ്ടും ഒന്ന് ഒരു 5-10 മിനിറ്റ് നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാൻ പോവാണ്. അതിനുശേഷം വേണം നമുക്ക് ഇനി മുട്ട ആഡ് ചെയ്ത് കൊടുക്കണം. നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് വരട്ടെ കേട്ടോ. കണ്ടില്ലേ, നന്നായി ബീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് മുട്ട ആഡ് ചെയ്ത് കൊടുക്കാം. മുട്ട ആഡ് ചെയ്യണ സമയത്ത് നമ്മളിപ്പോൾ 2 മുട്ടയാണ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഓരോ മുട്ട ആദ്യം ഒരു മുട്ട ആഡ് ചെയ്യുക, അതിനുശേഷം ഒന്ന് നന്നായി ബീറ്റ് ചെയ്യുക. അതൊന്ന് മിക്സായി വന്ന ശേഷം അടുത്ത മുട്ട ആഡ് ചെയ്താൽ മതി, ഒന്നിച്ചിട്ട് ഇടരുത്. ആദ്യം ഒരു മുട്ട ആഡ് ചെയ്ത് കൊടുത്തു, ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാൻ പോവാണ്. ഒന്ന് അതിലോട്ട് ബ്ലെൻഡായി വന്നു കഴിഞ്ഞാൽ നമുക്ക് അടുത്ത മുട്ട കൂടെയും അതിൽ തന്നെ വാനില എസൻസ് ഞാൻ ഒരു 1/4 ടീസ്പൂൺ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഒരു 10 മിനിറ്റ് നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ആദ്യത്തെ മുട്ട ആഡ് ചെയ്തിട്ട് ഒന്ന് ബീറ്റ് ചെയ്യാണ്. ഇടയ്ക്ക് ഒന്ന് സ്ക്രേപ്പ് ചെയ്യാൻ മറക്കരുത്. ജസ്റ്റ് ഒന്ന് മിക്സായി വന്നാൽ മാത്രം മതി. അടുത്ത മുട്ട കൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ജസ്റ്റ് ഒന്ന് മിക്സ് ആയിട്ടുണ്ടല്ലോ. ഈ സ്റ്റാൻഡ് മിക്സർ ആണെങ്കിൽ നമുക്ക് ഈസിയാണ്, അത് തന്നെ ബാക്കി എല്ലാ ജോലിയും ചെയ്തോളും. നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ. അപ്പം അടുത്ത മുട്ടയും ആഡ് ചെയ്തു, വാനില എസൻസും ആഡ് ചെയ്തു, ഒന്ന് മിക്സ് ചെയ്തു, ഒന്ന് ബീറ്റ് ചെയ്തെടുത്തു. ഇനി ഞാൻ ഒന്ന് സ്ക്രേപ്പ് ചെയ്തെടുക്കുകയാണ്. ഞാൻ പറഞ്ഞില്ല, ഇടയ്ക്ക് ഒന്ന് നിർത്തി മിക്സ് ചെയ്യണം, അല്ലെങ്കിൽ അടിയിൽ നിൽക്കും. കാരണം വെണ്ണയും പഞ്ചസാരയും ആ മുട്ടയുടെ ഒപ്പം ഒന്ന് ചേരണ്ടേ. ഒന്ന് അടിയിൽ ഒന്ന് ഇളക്കി കൊടുക്കണം. ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി വീണ്ടും ഞാൻ ഇതേമാതിരി ബീറ്റ് ചെയ്യാൻ പോവുകയാണ്. ഹൈ സ്പീഡിലിട്ടിട്ട് നന്നായി ബീറ്റ് ചെയ്യാൻ പോവാണ്. നന്നായി ബീറ്റ് ചെയ്ത് വന്ന ശേഷം നമുക്ക് മൈദയും ബേക്കിംഗ് പൗഡറും ഉപ്പും കൂടെ മിക്സ് ചെയ്യണം. പാലും ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പം ഞാൻ മുട്ട നന്നായി ബീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. ഒരു 7 മിനിറ്റ് നന്നായി ഞാൻ ബീറ്റ് ചെയ്തു. ഇനി ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഒരു സ്പൂൺ ഉണ്ടോ ഒരു വിസ്ക് ഉണ്ടോ, ഞാനിപ്പോൾ ഒരു സ്പൂൺ ഉണ്ട്, നന്നായി ഒന്ന് മിക്സ് ചെയ്യാൻ പോകണം. കാരണം ഉപ്പും ബേക്കിംഗ് പൗഡറും എല്ലാ ഭാഗത്തും എത്തണം. മൈദയുടെ എല്ലാം നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. നമ്മൾ പാലും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പാല് 30 ml ആണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഒരു അരിപ്പയിൽ കൂടെ നമ്മുടെ സാധാരണ ടീ സ്ട്രെയിനർ അല്ലേ, നമ്മൾ ചായ അരിച്ചെടുക്കുന്നത്, അതിൽ കൂടെ ഞാൻ കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കണം. നമ്മൾ 3 ആയിട്ടാണ് പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നത്. 2 ഭാഗമായിട്ട് പാൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ വേണം എപ്പോഴും ആഡ് ചെയ്യാൻ. ആദ്യം സ്റ്റാർട്ട് ചെയ്യേണ്ടത് പൊടിയിൽ നിന്ന് ആയിരിക്കണം. ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആദ്യം സ്റ്റാർട്ട് ചെയ്യണം. കഴിയുമ്പോഴും ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആയിരിക്കും അവസാനം ആഡ് ചെയ്യേണ്ടത്. അപ്പം ആദ്യം ഞാൻ ഒരു സെറ്റ് മൈദയും ബേക്കിംഗ് പൗഡറും ഉപ്പും കൂടെ നമ്മൾ മിക്സ് ചെയ്തത് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഒരു 2-3 ടേബിൾ സ്പൂൺ ആഡ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുകയാണ്. ലോ സ്പീഡിലിട്ടിട്ട് ബീറ്റ് ചെയ്യുക, ഇല്ലെങ്കിൽ മുഖത്ത് മുഴുവൻ പൊടിയാവും കേട്ടോ. കണ്ടില്ലേ, ഇപ്പം തന്നെ കിച്ചണിൽ മുഴുവൻ പൊടി പറന്നിട്ടുണ്ട്. അപ്പോൾ ലോ സ്പീഡിലിട്ടിട്ട് എപ്പോഴും ബീറ്റ് ചെയ്യണം. ഒന്ന് മിക്സായി വന്നാൽ നമുക്ക് കണ്ടില്ലേ, എല്ലാ പൊടിയും മിക്സ് ആയിട്ടില്ല. നമുക്കൊന്ന് ഇടയിലൊന്ന് നിർത്തിയിട്ട് ഒന്ന് സ്ക്രേപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് അതിൻ്റെ കൂടെ തന്നെ പാലും ആഡ് ചെയ്ത് കൊടുക്കാം. പാലൊന്ന് ബീറ്റ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് അടുത്ത സെറ്റ് ഓഫ് പൊടി ആഡ് ചെയ്ത് കൊടുക്കണം. അതൊന്ന് ഇതേമാതിരി ബീറ്റ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫൈനലായിട്ടുള്ള മിൽക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അത് കഴിഞ്ഞ് പിന്നെ ലാസ്റ്റ് നമുക്ക് ബാക്കിയുള്ള പൊടി മുഴുവനായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെയാണ് എപ്പോഴും ആഡ് ചെയ്യേണ്ടത്. എപ്പോഴും ബേക്കിങ്ങിൽ പൊടി ആഡ് ചെയ്യുന്ന സമയത്ത് പൊടി ആദ്യം ആഡ് ചെയ്യണം, അതിനുശേഷം വെറ്റ് ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യണം, വീണ്ടും ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യണം, വീണ്ടും വെറ്റ് ആഡ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് നമ്മൾ എപ്പോഴും ഫിനിഷ് ചെയ്യേണ്ടത് എപ്പോഴും ഡ്രൈ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് തന്നെ ആയിരിക്കണം. അപ്പോൾ പാൽ ആഡ് ചെയ്തിട്ടുണ്ട്. പാൽ ആഡ് ചെയ്തിട്ട് നന്നായി ബീറ്റ് ചെയ്തെടുത്തു. വീണ്ടും ഞാൻ സെക്കൻഡ് പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. വീണ്ടും ഒരു 2-3 ടേബിൾ സ്പൂൺ ആഡ് ചെയ്ത് കൊടുത്തു. നന്നായി ഒന്ന് ബീറ്റ് ചെയ്തു. വീണ്ടും പാൽ ആഡ് ചെയ്യാണ്. എന്നിട്ട് വീണ്ടും ഒന്ന് ഇടയിൽ സ്ക്രേപ്പ് ചെയ്യാൻ മറക്കരുത്. നന്നായി ഒന്ന് സ്ക്രേപ്പ് ചെയ്തെടുക്കണം. അപ്പോൾ പാൽ ആഡ് ചെയ്തിട്ട് വീണ്ടും നന്നായി ഒന്ന് ബീറ്റ് ചെയ്യാണ്. ഇനി നമുക്ക് ബാക്കിയുള്ള പൊടികൾ മുഴുവൻ ഇട്ട് ഒരു 2 മിനിറ്റ് നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. കാരണം അപ്പോൾ പൊടിയെല്ലാം ആ വെണ്ണയിലും മുട്ടയിലും നന്നായി ഒന്ന് ചേർന്ന് പിടിക്കണം. എല്ലാം നന്നായി, ഒരു കട്ട പോലും പാടില്ല, നന്നായി ബീറ്റായിട്ട് വരണം. ഈ പൊടി ഞാൻ കളയണം കേട്ടോ, ഇത് ഞാൻ യൂസ് ചെയ്യുന്നില്ല, അതങ്ങനെ ഡിസ്കാർഡ് ചെയ്യണം. ഒട്ടും അരിപ്പയിൽ കൂടെ പോവാത്തത് നമ്മൾ എടുക്കുന്നില്ല.
ഞാൻ ഒന്ന് പൊടിയിട്ടിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ ഇടയിലൊന്ന് നിർത്തി നമുക്കൊന്ന് സ്ക്രേപ്പ് ചെയ്യണം. അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ നാരങ്ങ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, ഞാൻ പറഞ്ഞില്ലേ നാരങ്ങയുടെ തൊലി വേണമെന്ന്. അപ്പോൾ ആ നാരങ്ങയുടെ തൊലി ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അധികമൊന്നുമില്ല, ജസ്റ്റ് ഒരു നുള്ള്, ജസ്റ്റ് ആ ഒരു ഫ്ലേവർ ഒന്ന് എൻഹാൻസ് ചെയ്യാൻ വേണ്ടി മാത്രമാണ്. അപ്പം നാരങ്ങയില്ലെങ്കിലും കുഴപ്പമില്ല, ഒരു നുള്ള് കണ്ടില്ലേ, വളരെ ചെറിയൊരു നുള്ളേ ഞാൻ ആഡ് ചെയ്തിട്ടുള്ളൂ. ജസ്റ്റ് അതിൻ്റെ പുറത്തെ മഞ്ഞ ഭാഗം മാത്രമേ എടുക്കാൻ പാടുള്ളൂ. നന്നായി കഴുകിയെടുക്കുക നാരങ്ങ. വെള്ളം എടുക്കരുത്, വെള്ളം എടുത്തു കഴിഞ്ഞാൽ കശക്കും. എന്നിട്ട് ഒന്ന് സ്ക്രേപ്പ് ചെയ്യണം ഒരു സ്പാച്ചുല കൊണ്ട്. ഈ ഒരു റബ്ബർ സ്പാച്ചുല ഉണ്ടെങ്കിൽ നല്ല ഈസിയാണ്, നമുക്ക് ക്ലീൻ ആയിട്ട് വരും. എന്നിട്ട് ഫൈനലി ഞാൻ ഒരു 2 minutes നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുത്തു. ഇനി നമുക്ക് ഇത് നമ്മൾ റെഡിയാക്കി വെച്ച കപ്പ് കേക്ക് മോൾഡ് ഇല്ലേ, സിലിക്കോണിൻ്റെ കപ്പ് കേക്ക് മോൾഡിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. കുറച്ച് കുറച്ച് നിറയ്ക്കുന്ന സമയത്ത് 1/4 ഭാഗം മാത്രം നിറച്ചാൽ മതി. ഇല്ലെങ്കിൽ കാരണം ഓവനിൽ വെക്കുന്ന സമയത്ത് ഇത് ബേക്കിംഗ് പൗഡറിൻ്റെ മുട്ടയുടെയും എഫക്റ്റ് കൊണ്ട് പൊങ്ങും. അപ്പോൾ നിറയെ നമ്മൾ നിറച്ച് കഴിഞ്ഞാൽ ഓവനിൽ മുഴുവൻ ബാറ്റർ പോവും, പിന്നെ നമുക്ക് കേക്ക് കിട്ടില്ല. അതുകൊണ്ട് നമ്മുടെ മോൾഡിൻ്റെ 1/4 ഭാഗം മാത്രം നിറയ്ക്കുക. അപ്പോൾ ഞാൻ നിറച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു സ്പൂൺ കൊണ്ട് കോരി എല്ലാത്തിലും ആക്കി കൊടുക്കുകയാണ്. കണ്ടില്ലേ, നമ്മൾ എടുത്തു വെച്ചാൽ എല്ലാത്തിലും വേണ്ടി വന്നില്ല. 3 എണ്ണം ഞാൻ പുറത്ത് വെച്ചു. ബാറ്റർ ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ, 3 എണ്ണത്തിനേക്ക് ഉണ്ടായിരുന്നില്ല. 3 എണ്ണം ഞാൻ പുറത്ത് വെച്ചു. അപ്പോൾ ഇത് ഞാൻ 160 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 20 minutes ബേക്ക് ചെയ്യാൻ പോകണം. പ്രത്യേകം ശ്രദ്ധിച്ചോളൂ, ഞാൻ ഇതിൻ്റെ 1/4 ഭാഗം മാത്രമേ നിറച്ചിട്ടുള്ളൂ. ഫുള്ള് ഒരിക്കലും നിറയ്ക്കരുത്, അത് കപ്പ് കേക്ക്സ് ആയാലും കേക്ക്സ് ആയാലും. ഓക്കെ, ഇനി ഞാൻ ബേക്ക് ചെയ്തിട്ട് വരട്ടെ. ഒരു 20 minutes അതിന് ശേഷം കാണിച്ചു തരാം. ഓക്കെ, കണ്ടില്ലേ, ഇത് ബേക്ക് ആയിക്കൊണ്ടിരിക്കുകയാണ്. 20 minutesലാണ് ടൈമർ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി ഇത് മെല്ലെ പൊങ്ങാൻ തുടങ്ങും. എൻ്റെ ഉള്ളിൽ ആ ചൂടുകൊണ്ട് ആ ലെവനിങ് ഏജന്റ് ആണല്ലോ ബേക്കിംഗ് പൗഡറും മുട്ടയെല്ലാം. അപ്പോൾ അതൊന്ന് പൊങ്ങി നന്നായി ബേക്കായിട്ട് വരട്ടെ. ഒരു 20 minutes നമ്മൾ ടൈം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു 15 minutes ആകുമ്പോൾ നമ്മളൊരു ടൂത്ത് പിക്ക് കൊണ്ട് കുത്തി നോക്കുക. അപ്പോൾ വെറ്റായിട്ടുള്ള അതിൽ മാവൊന്നും വന്നിട്ടില്ലെങ്കിൽ നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട് എന്നാണ് അർത്ഥം. അതായത് കപ്പ് കേക്ക് റെഡി ആയിട്ടുണ്ട് എന്നാണ് അർത്ഥം. എക്സാക്ട്ലി ഒരു 12 minutes ആയപ്പോൾ എൻ്റെ കേക്ക് അല്ലെങ്കിൽ കപ്പ് കേക്ക് റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, ടൂത്ത് പിക്ക് ഞാൻ ഇറക്കി നോക്കി, ക്ലീൻ ആയിട്ട് വന്നിട്ടുണ്ട്. നല്ല ചൂടാണ്. അപ്പം ഇതൊന്ന് 15 minutes ഒന്ന് ചൂടാറട്ടെ. ചൂടാറി വന്ന ശേഷം മാത്രം നമുക്ക് ഡീമോൾഡ് ചെയ്തെടുത്താൽ മതി. ചൂടാറിയിട്ടുണ്ട്. സിലിക്കൺ മോൾഡ് ആയതുകൊണ്ട് വളരെ ഈസിയാണ്, നമുക്ക് ഡീമോൾഡ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. ജസ്റ്റ് ഒന്ന് സ്ട്രെച്ച് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. പിന്നെ വേറൊരു കുഴപ്പമുണ്ട് സിലിക്കൺ മോൾഡിൽ, കറക്റ്റ് ആയിട്ടുള്ള കപ്പ് കേക്കിന്റെ ഷേപ്പ് കിട്ടില്ല. കാരണം സിലിക്കൺ മോൾഡ് ഭയങ്കര ജെല്ലി മാതിരിയാണ്, ഭയങ്കര ഫ്ലെക്സിബിൾ ആണ്. അപ്പം ആ ഒരു ഷേപ്പ് നമുക്ക് കിട്ടില്ല. പക്ഷെ കുഴപ്പമില്ല, നമുക്ക് വീട്ടിലുണ്ടാക്കാൻ ഇത് ധാരാളമാണ്. പ്രൊഫഷണലി പോകുമ്പോൾ സിലിക്കൺ മോൾഡ് വാങ്ങരുത്, അലുമിനിയം തന്നെ വാങ്ങുക. അപ്പോൾ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ആ ഷേപ്പും കിട്ടും. അപ്പോൾ നമ്മുടെ കേക്ക് എന്തായാലും റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇതെല്ലാം ഡീമോൾഡ് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, വളരെ ഈസിയാണ്. ജസ്റ്റ് ഒന്ന് എല്ലാ ഭാഗവും ഒന്ന് സ്ട്രെച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് വരും. പിന്നെ ഒന്നാമത് നമ്മൾ അതിൽ എണ്ണ തടവിയിട്ടുണ്ട്. എണ്ണയോ വെണ്ണയോ നെയ്യോ തടവാം. വെണ്ണയാണെങ്കിൽ കുറച്ചുകൂടെ ആ ഫ്ലേവർ ഒക്കെ അതിൽ നന്നായി പിടിക്കും കേട്ടോ. മധുരം ചിലപ്പോൾ ചിലവർക്ക് പോരാതെ തോന്നും. അതുകൊണ്ട് നോക്കിയിട്ട് വേണമെങ്കിൽ ആദ്യം ഒന്ന് ഉണ്ടാക്കി നോക്കൂ. മധുരം പോരാൻ തോന്നുകയാണെങ്കിൽ കുറച്ചുകൂടെ ആഡ് ചെയ്തോളൂ. എനിക്ക് ഇത്രയും മധുരം മതി. ഓക്കെ, അപ്പോൾ കപ്പ് കേക്ക് എന്തായാലും റെഡിയായി. നന്നായി ചൂടാറിയിട്ട ശേഷമാണ് നമ്മൾ ഡിമോൾഡ് ചെയ്തത്. അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. മധുരം മാത്രം നോക്കിയിട്ട് അഡ്ജസ്റ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയണം. പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.